രാജ്യം നടുങ്ങിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. വിമാനം പറന്നുയർന്ന് 32-ാം സെക്കൻഡിൽ ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫായതാണ് അപകടത്തിന് വഴിവെച്ചതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്തിനാണ് ഓഫ് ചെയ്തതെന്ന് ഒരു പൈലറ്റ് ചോദിക്കുന്നതും താൻ ഓഫ് ചെയ്തില്ല എന്ന് സഹ പൈലറ്റ് പറഞ്ഞതും കോക്പിറ്റ് ശബ്ദരേഖയിൽ വ്യക്തമാണ്. അപകടം അട്ടിമറിയല്ലെന്നും AAIBയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അതേസമയം ഇപ്പോൾ പുറത്തു വന്നത് അന്തിമ റിപ്പോർട്ട് അല്ലെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. അന്വേഷണ റിപ്പോർട്ട് സംബന്ധിച്ച് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. വിവരങ്ങളുമായി ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് നാഷണൽ ഡെസ്കിൽ നിന്നും ചേരുന്നത്. ശ്രീജിത്ത്, രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിൽ ഒന്നാണ് ഈ ഒരു അഹമ്മദാബാദ് വിമാന ദുരന്തം. എങ്ങനെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ അത്യാവശ്യവുമാണ്. മറ്റു രാജ്യങ്ങളിലുള്ള പൗരന്മാരുടെ കൂടി ജീവൻ നഷ്ടമായ ഒരു സാഹചര്യത്തിൽ അതിലാണിപ്പോൾ റിപ്പോർട്ട്, പ്രാഥമികമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത്? സ്വാതി, ഏതാണ്ട് 5ഓളം പേജുള്ള വലിയ റിപ്പോർട്ടാണിത്. അട്ടിമറി ഇല്ല എന്നുള്ളതാണ് റിപ്പോർട്ടിൻ്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യം. കാരണം വലിയ രൂപത്തിൽ ഇത് അട്ടിമറി ഉണ്ടോ എന്ന കാര്യത്തിൽ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. അട്ടിമറിയിൽ അന്വേഷണം ഉണ്ടാകുമെന്നൊക്കെ കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു ഒക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അട്ടിമറി ഇല്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ വലിയ ആശ്വാസമാണ് അക്കാര്യത്തിലുള്ളത്. പക്ഷേ അതിൻ്റെ മറുവശത്തേക്ക് ചിന്തിച്ചാൽ അപകടത്തിൻ്റെ കാരണം രണ്ട് എഞ്ചിനുകളും ഒരേ സമയം ഓഫാവുകയും ആ എഞ്ചിൻ ഓഫായതുകൊണ്ട് പ്രവർത്തനം നിലച്ച വിമാനം താഴേക്ക് പതിച്ച് തകർന്നു വീഴുകയായിരുന്നു എന്നുമാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ഈ എഞ്ചിൻ്റെ പ്രവർത്തനം നിലയ്ക്കാൻ കാരണം എഞ്ചിനിലേക്കുള്ള ഇന്ധനത്തിൻ്റെ പ്രവാഹം നിലച്ചു. ആ ബട്ടണുകൾ ഓഫായിരുന്നു. അത് റൺ മോഡിൽ നിന്നും റൺ മോഡ് കട്ടായിരിക്കുന്ന അവസ്ഥയിലായിരുന്നു ആ രണ്ട് സ്വിച്ചുകൾ ഉണ്ടായിരുന്നത്. രണ്ട് എഞ്ചിനിലേക്കും ഒരേ സമയം ഇന്ധന പ്രവാഹം നിലച്ചതാണ് അപകട കാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അത് സ്വാഭാവികമായും അതിലുള്ള ആശയക്കുഴപ്പമാണ് ഇപ്പോൾ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഏതാണ്ട് റിപ്പോർട്ട് പുറത്തു വന്ന് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഇപ്പോഴുള്ള ഏറ്റവും വലിയ ചർച്ച എങ്ങനെയാണ് ഈ എഞ്ചിനിലേക്കുള്ള ഇന്ധന പ്രവാഹം, അതുമായി ബന്ധപ്പെട്ട രണ്ട് സ്വിച്ചുകളും ഒരേ സമയം ഓഫാകുന്നത് എങ്ങനെയാണ് എന്ന ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. അത് ഒരു വിമാനത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും ബോയിങ് വിമാനങ്ങളെ സംബന്ധിച്ച് ഈ സ്വിച്ചുകൾ രണ്ടും പൈലറ്റുമാർക്ക് കൈകാര്യം ചെയ്യാവുന്ന രീതിയിലാണ്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ കൈകൊണ്ട് തട്ടുകയോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഇതുകൊണ്ട് മാറുന്നതല്ല, അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനം മാറുന്നതല്ല. ആ രണ്ട് സ്വിച്ചുകളും ആരെങ്കിലും മാറ്റിയാൽ മാത്രമേ, അല്ലെങ്കിൽ മനുഷ്യനോ അല്ലെങ്കിൽ യന്ത്രമോ ഉപയോഗിച്ച് മാറ്റിയാൽ മാത്രമേ ആ സ്വിച്ചുകൾ മാറുകയുള്ളൂ. നമുക്കറിയാം, നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിലുള്ള ആ രണ്ട് സ്വിച്ചുകൾ ഒന്ന് മുകളിലേക്ക് വലിച്ചുയർത്തിയ ശേഷം താഴേക്ക് പുറകിലോട്ട് വലിച്ചിടുന്ന രീതിയിലാണ് ആ സ്വിച്ചുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആ സ്വിച്ചുകൾ ഓഫാകുന്നു എന്ന് പറയുന്ന റൺ മോഡിൽ നിന്നും കട്ട് ഓഫ് മോഡിലേക്ക് ആ സ്വിച്ചുകൾ മാറുന്നു എന്ന് പറയുന്നത് അവിടെയാണ് ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചർച്ചകൾ നിൽക്കുന്നത്. അട്ടിമറി ഇല്ല എന്ന് റിപ്പോർട്ടിൽ അസന്നിഗ്ധമായി പറയുന്നു. പക്ഷികൾ കൂട്ടിയിടിച്ചിട്ടില്ല, വിമാനത്തിന് മറ്റ് സാങ്കേതിക തകരാറുകളില്ല, വിമാനത്തിൻ്റെ ഭാരം കൃത്യമായിരുന്നു, അങ്ങനെ എല്ലാ അർത്ഥത്തിലും വിമാനത്തിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് റിപ്പോർട്ടിൽ പറയുമ്പോഴും ഇന്ധന പ്രവാഹത്തിൻ്റെ സ്വിച്ചുകൾ ഓഫായ നിലയിലായിരുന്നു, അത് കട്ട് ഓഫ് ആയിരുന്നു എന്ന് പറയുന്നതിലാണ് ഇപ്പോൾ പ്രശ്നമുള്ളത്. അതാണ് ചർച്ചകൾ നടക്കുന്നത്. കാരണം എങ്ങനെയാണ് ആ വിമാനത്തിൻ്റെ രണ്ട് സ്വിച്ചുകളും കട്ട് ഓഫ് നിലയിലേക്ക് മാറിയത് എന്ന്, അത് 32 സെക്കൻഡിലാണെന്ന് ആലോചിക്കണം. വിമാനം പറന്നുയർന്ന് 32 സെക്കൻഡിലാണ് വിമാനം തകർന്നു വീണത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ 32 സെക്കൻഡിനുള്ളിൽ എന്താണ് അവിടെ സംഭവിച്ചത്? വിമാനം പറന്നുയരാൻ ആവശ്യമായ ഇന്ധനം ഉണ്ടായിരുന്നു, പറന്നുയർന്ന് ഇന്ധന പ്രവാഹം നിലയ്ക്കുന്നു, എഞ്ചിൻ രണ്ടും ഓഫാകുന്നു. ആ എഞ്ചിൻ ഓഫാകാനുള്ള കാരണം ഈ രണ്ട് സ്വിച്ചുകളും കട്ട് ഓഫ് മോഡിലേക്ക് മാറിയതാണ്. അപ്പോൾ ഒരു പൈലറ്റ് ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ സ്വിച്ചുകൾ ഓഫ് ചെയ്തത്? അപ്പോൾ മറ്റേ പൈലറ്റ് പറയുന്നത്, ഞാനല്ല അത് ഓഫ് ചെയ്തത്. പക്ഷേ റിപ്പോർട്ടിൽ ഇത് ആരൊക്കെ തമ്മിലുള്ള സംഭാഷണമാണ്, അതായത് പേരെടുത്ത് പറയാതെ പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണം എന്ന രൂപത്തിൽ മാത്രമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ആ പേരുകൾ പറയാതെ ഉള്ളത് കൂടി ഒരു അസ്വാഭാവികത അവിടെ നിലനിർത്തിക്കൊണ്ടാണ് റിപ്പോർട്ട് വരുന്നത്. അട്ടിമറിയല്ല എന്ന് പറയുമ്പോഴും പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണത്തിൽ പൈലറ്റുമാർക്ക് കൈകാര്യം ചെയ്യാവുന്ന രൂപത്തിലുള്ള ഒരു കോക്പിറ്റിനകത്തുള്ള സംവിധാനത്തിൽ അത് കട്ട് ഓഫ് ആകുന്നുണ്ട് എങ്കിൽ അവിടെ ഒരു മനുഷ്യ ഇടപെടൽ ഉണ്ടായോ എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നതും ചർച്ചകൾ പോകുന്നതും. അതുകൊണ്ടാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം തന്നെ നേരിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ഈ അന്വേഷണ റിപ്പോർട്ട് അന്തിമമല്ല, അന്തിമമായ അന്വേഷണ റിപ്പോർട്ട് വരുന്നതുവരെ കാത്തിരിക്കണമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു നേരിട്ട് വന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഊഹാപോഹങ്ങൾ റിപ്പോർട്ടിനെ സംബന്ധിച്ച് പുറത്തു വരുന്നുണ്ട്. ചർച്ചകൾ ആ രൂപത്തിലാണ് പോകുന്നത്. മനുഷ്യനെ കൊണ്ട് മാത്രമേ, അല്ലെങ്കിൽ ബോയിങ്ങിൻ്റെ തകരാർ, ഈ രണ്ട് രൂപത്തിൽ മാത്രമേ ഈ
ഈ കട്ട് ഓഫ് സംഭവിക്കുകയുള്ളൂ. ഈ കട്ട് ഓഫ് സംഭവിക്കണമെങ്കിൽ ഒന്നുകിൽ പൈലറ്റുമാർ ഇടപെടണം, അല്ലെങ്കിൽ ബോയിങ്ങിൻ്റെ തകരാറിനെ കുറിച്ചോ എയർ ഇന്ത്യക്ക് എന്തെങ്കിലും തകരാർ സംഭവിച്ചോ എന്നുള്ളതിനെക്കുറിച്ചോ റിപ്പോർട്ടിൽ ഒന്നും പരാമർശിക്കുന്നില്ല. ഒപ്പം പൈലറ്റുമാരെ പരോക്ഷമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ പൈലറ്റുമാരുടെ ഇടപെടലാണ്, പിഴവാണ് അതിന് അപകട കാരണം എന്ന സൂചനയും വരുന്നുണ്ട്. എന്തായാലും അട്ടിമറിയില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ഏറെ ആശ്വാസകരമായി വരുന്നത്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിലെയാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ വിവരങ്ങളാണ് ശ്രീജിത്ത് ബാലകൃഷ്ണൻ നൽകിയത്.